ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്യുക, അതിനുള്ള സ്ട്രാറ്റജി, പലതരത്തിലുള്ള പ്ലാനിങ്, പലതരത്തിലുള്ള ടെക്നിക്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഹാർഡ് വർക്കിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ടൈം കുറേ കൺസ്യൂം ചെയ്യും. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ്. ബിക്കോസ് നമ്മൾ പണ്ട് സ്കൂളിലോ കോളേജിലോ പഠിച്ചിരുന്നത് പോലെ ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിച്ച് അതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം കാണാതെ പഠിച്ച് ഉത്തരം എഴുതുക അല്ല കോമ്പറ്റേറ്റീവ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ഫോം ചെയ്തിട്ട് അതിന് ആ എക്സാം ക്ലിയർ ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ ടോപ്പ് മോസ്റ്റ് മാർക്ക് മേടിക്കുന്നത് ഒരു ക്രൈറ്റീരിയ ആണെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എന്താ പറയുന്നത്, അതിനോരോ കട്ട് ഓഫ്സ് ഉണ്ട്. ആ കട്ട് ഓഫ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ആ എക്സാം ക്ലിയർ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾക്ക് ഒരു സിലബസ് തന്നിട്ടുണ്ടാവും. ആ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതൂ എന്നൊരു ചിന്ത നമുക്കൊന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. അങ്ങനെയല്ല, നമ്മൾക്ക് ആ എക്സാം ക്ലിയർ ചെയ്യണം. അതായിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു ബുക്ക്, ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ബുക്കുണ്ട്, ആ ബുക്ക് മുഴുവൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എക്സാം എഴുതൂ എന്ന തരത്തിലുള്ള ഓരോ ചിന്ത നമ്മളിൽ ഉണ്ടാവരുത്. നമ്മൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാണ് വേണ്ടത്. അതെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം വേണ്ടത്, നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ വേണം. ഫസ്റ്റ് ഒരു ഗോൾ വേണം. ഏത് എക്സാം എഴുതാൻ പോകുന്നത്, അതിൻ്റെ ആ എക്സാം എന്താണെന്നുള്ളത് ആദ്യം പഠിക്കണം. അതിൻ്റെ സിലബസാണ് ബേസ്. എന്താണ് അതിൻ്റെ സിലബസ്, ഏതൊക്കെ തരത്തിലുള്ള ടോപ്പിക്സ് ആണ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യണം. ആ ടോപ്പിക്കിൻ്റെ കീഴിൽ സബ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റഡി ചെയ്യണം. അത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക, സിലബസ് നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതി വെക്കുക. അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങളുടെ എക്സാം ഒരു 3 മാസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ 3 മാസത്തെ പീരീഡിൽ നിങ്ങൾ എങ്ങനെ ഇത് കവർ ചെയ്യും, ഇതാണ് നിങ്ങളുടെ സിലബസ്. ഈ സിലബസിലെ ഓരോ ടോപ്പിക്കും നിങ്ങൾ ഈ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് എങ്ങനെ കവർ ചെയ്യും എന്നുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് റീസണിങ് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ്, അതുപോലെ ജനറൽ അവയർനെസ്, പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ്. പ്ലസ് നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാമിന്, ഒരു പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും ഉണ്ടായിരിക്കും. അല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ബിടെക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനാണെങ്കിൽ അവരുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഉണ്ടായിരിക്കും. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ആ സിലബസ് എന്താണെന്ന് എഴുതി വെച്ചിട്ട് ആ ഓരോ ടോപ്പിക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ അതിന് ഞാൻ എത്ര സമയം അലോട്ട് ചെയ്യും, എത്ര നാൾ കൊണ്ട് ഞാനത് പഠിച്ച് തീർക്കും, എത്ര നാൾ കൊണ്ട് ഞാനത് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതിനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ നമുക്ക് കോൺഫിഡൻസ്, ഒബ്വിയസ്ലി ഏത് എക്സാമും നമ്മൾ എല്ലാ ആൾക്കാർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം വളരെ സാധാരണക്കാരിൽ നിന്നും എന്താ പറയുന്നത്, ഏറ്റവും ഗ്രാമങ്ങളിൽ പോലും താമസിച്ചിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പല എക്സാംസും ക്ലിയർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സിവിൽ സർവീസ് പോലെയുള്ള എക്സാംസ് വളരെ സാധാരണക്കാരായ ആൾക്കാർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആദ്യം ഉണ്ടാക്കുക. ഇനി എന്തുകൊണ്ടാണ് മിക്ക സ്റ്റുഡൻസും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഫെയിൽ ആവുന്നതിൻ്റെ റീസൺസ് പറഞ്ഞുതരാം. ആദ്യം നമ്മളുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അത് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വെറുതെ ബ്ലൈൻഡായിട്ട് പോയിട്ട് ഒരു ജോബ് കണ്ടു, അത് നല്ലതാണ്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് പോയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. കുറേ ആൾക്കാർ പോയിട്ട് കുറേ കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ ജോലി ചെയ്യും. ഈ കോച്ചിങ് സെൻറ്റേഴ്സിന് ഞാൻ അവർക്കെതിരെ പറയുന്നില്ല, പക്ഷേ പല കോച്ചിങ് സെൻറ്റേഴ്സിലും അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഒന്നും ആയിരിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ അവരും ഈ പ്രിപ്പയറൊക്കെ ചെയ്യുന്ന പിള്ളേരൊക്കെ തന്നെ ആയിരിക്കും. പല എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരൊക്കെ തന്നെയായിരിക്കും. അത്ര എഫിഷ്യൻറ്റ് ഫാക്കൽറ്റീസുള്ള കോച്ചിങ് സെൻറ്റേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ കോച്ചിങ് സെൻറ്റേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചുറ്റും അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് പ്ലാനിങ് ഇല്ല. വെറുതെ ഒരു എക്സാം, ഇപ്പോൾ നിങ്ങൾ PSC എഴുതുന്നുണ്ട്, വർഷങ്ങളോളം PSC പഠിച്ചുകൊണ്ടിരിക്കുക, 2 വർഷം 3 വർഷം 5 വർഷമായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുക. ഇത്ര നാൾക്കുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നോ, ഒരു ഇന്ന എക്സാം ക്ലിയർ
ക്ലിയർ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒന്നും ആർക്കും ഇല്ല. വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം ബിക്കോസ് യു ആർ നിങ്ങളൊരു നല്ല ഒരു എന്താണ് പറയുന്നത് സിറ്റുവേഷൻ, നിങ്ങൾക്ക് പാരൻസ് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവിനുള്ള കാര്യങ്ങൾ തട്ടിമുട്ടി പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും ലതാജിക്കായിട്ട് അത് എടുത്തിട്ട് അങ്ങനെ പോകുന്നത്. അതല്ലാതെ ഒരു ഇത്ര സമയത്തിനുള്ളിൽ, എനിക്ക് ഇത്ര ടൈം ലിമിറ്റേ ഉള്ളൂ, 3 monthsനുള്ളിൽ എനിക്കത് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ 6 monthsനുള്ളിൽ എനിക്ക് ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ എക്സാം എന്നാണോ അതിൻ്റെ ഒരു മിനിമം ഒരു 3 to 6 months മുന്നെങ്കിലും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്യണം. അത് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ പ്രോക്കാസ്റ്റിനേഷനും ഇൻകൺസിസ്റ്റൻസിയും. പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടി വെക്കുക. നാളെ ഇനിയിപ്പോൾ നാളെ പഠിക്കുക, ഇന്നിപ്പോൾ ഇത്രയായില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നാളെ അല്ലെങ്കിൽ ഇത്തവണത്തെ എക്സാം എന്തായാലും പോയി, എന്നിട്ട് അടുത്ത തവണത്തെ നോക്കാം എന്ന് നമ്മൾ പറയില്ലേ. അടുത്ത തവണ ഇതൊന്നും നോക്കാൻ നമുക്ക് ടൈമില്ല. നമുക്ക് ഇത്തവണ ഇത് ക്ലിയർ ചെയ്തേ പറ്റൂ. കാരണം ഇനി സമയം പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇനി നാളെ മറ്റന്നാൾ നിന്നും പറയാനായിട്ട് നമുക്ക് സമയമില്ല. അടുത്ത വർഷം ആ എക്സാം വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത വർഷം മൊത്തത്തിൽ നമ്മുടെ മൊത്തം സിറ്റുവേഷൻസ് മാറി. ആ എക്സാം അവസാനമായിട്ട് വിളിക്കുന്നത് ഇത്തവണയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നാളെ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതുപോലെ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്തും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പറയും, നിങ്ങൾ ഈ പഠിക്കുന്ന സമയം നിങ്ങൾ അയ്യോ എന്തുമാത്രം പഠിക്കുക എന്ന് വിചാരിക്കാതെ നിങ്ങളുടെ 100% ഈ 6 monthsനോ അല്ലെങ്കിൽ 3 monthsനോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ ലൈഫ് മൊത്തം നിങ്ങൾക്ക് ഈ പറഞ്ഞ പഠിക്കാനോ കഷ്ടപ്പെടോ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്കത് ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ആ 6 മാസമോ അല്ലെങ്കിൽ 3 മാസമോ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാനൊരു നല്ല ഇപ്പം എനിക്കെന്നും പഠിക്കുകയൊന്നും വേണ്ടല്ലോ, എന്നും പഠിക്കേണ്ട, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ളത് കറങ്ങാൻ പോവാം, സിനിമ കാണാം, എന്ത് വേണം ചെയ്യാം. പക്ഷേ ആ 6 മാസം ഞാൻ ഇതൊന്നും ചെയ്യാതെ ഞാൻ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് പഠിക്കാനുള്ള എൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ അത് ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ഒരു 50 വർഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കണോ, അത് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കണോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് സിനിമ കാണണോ, അതോ ഇപ്പം ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു 6 മാസം പഠിക്കാം, അങ്ങനെയാണ് ഇനിയുള്ളൊരു 50 വർഷം എനിക്ക് കഷ്ടപ്പെടാതെ ഇരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടും പ്രോക്കാസ്റ്റിനേഷൻ ഇല്ലാണ്ടും നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ സിലബസ് മനസ്സിലാക്കാത്തതും അതേപോലെ അവനവനെ പറ്റിയിട്ട് മനസ്സിലാക്കാത്തതും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആദ്യം നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കണം. അതായത് ഞാൻ എന്താണ്, എനിക്ക് എന്തിലൊക്കെയാണ് എനിക്ക് ഏതിലൊക്കെയാണ് ഗ്രിപ്പുള്ളത്, ഏതൊക്കെ ടോപ്പിക്സാണ്. ഇപ്പോൾ ഒരു സിലബസ്, ആ സിലബസിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. പക്ഷേ അതിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ഉള്ളതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര അതിനകത്ത് പുലിയായിരിക്കും ആ ഒരു ടോപ്പിക്കിൽ. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ആദ്യം സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ ഞാൻ കംഫർട്ടബിൾ ആയ ടോപ്പിക്സ് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരട്ടെ. അതായത് നമ്മൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ എന്താ കട്ട് ഓഫ് മാർക്സ്, സെക്ഷണൽ കട്ട് ഓഫ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഓവറോൾ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ മിനിമം സ്കോർ ചെയ്യേണ്ട മാർക്ക് ഉണ്ടായിരിക്കും. പ്ലസ് നിങ്ങൾ ഓവറോൾ ഫുൾ ടോട്ടൽ മാർക്സിൽ ഇത്രയും മാർക്സ് നിങ്ങൾക്ക് കട്ട് ഓഫ് ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം, ആ പറഞ്ഞിട്ടുള്ള 5 സബ്ജക്ട്സ് ആണെങ്കിൽ 5 സബ്ജക്ട്സിലും സെക്ഷണൽ കട്ട് ഓഫ് കടക്കാനുള്ള മാർക്സ്, ക്ലിയർ ചെയ്യാനുള്ള ബേസ് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഓവറോൾ കട്ട് ഓഫ് എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യുക, അതായത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്രയും ഈ ടോപ്പിക്സിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ റീസണിങ്ങിൽ എനിക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്, മീൻസ് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഈ പറഞ്ഞ പസിൽസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേപോലെ ഇംഗ്ലീഷിലും എനിക്ക് അത്യാവശ്യം എഡ്ജ് ഉണ്ട്, എനിക്ക് അത്യാവശ്യം ഞാൻ ഓക്കെ എന്നല്ല, ഞാൻ അത്യാവശ്യം ഫ്ലുവൻ്റ് ആണ്. പിന്നെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ അവയർനെസ്സും ഞാൻ ഓക്കെയാണ്. പിന്നെ എനിക്ക് ജനറൽ അവയർനെസ്സും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ഞാൻ വീക്കായിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് മാത്സാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതിലാണ് ഞാൻ വീക്ക്. സോ എൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ അതായത് നമുക്കൊരു ടൈം ഉണ്ടാവും. ചില എക്സാംസിന് ഓരോ ടോപ്പിക്സിനും പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും. അതായത് 30 minutes ആണ് ക്വാണ്ടിറ്റേറ്റീവ് എങ്കിൽ ആ 30 minutes മൊത്തം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിന് കിട്ടും. പിന്നെ 30 minutes റീസണിങ്ങിന് കിട്ടും. അങ്ങനെ ഞാൻ 30 minutes എന്നൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ചിലതിന് ടോട്ടൽ നിങ്ങൾക്ക് ചിലപ്പം 1 hour അല്ലെങ്കിൽ 1.5 hours ആയിരിക്കും ടോട്ടൽ ഇതേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഞാൻ മാത്സിൽ വീക്കാണ്, ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വീക്കാണ്. സോ എൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള
അത്രയും ടോപ്പിക്സ് ഞാൻ പഠിച്ചു വയ്ക്കും. അതാണ് എൻ്റെ സ്ട്രാറ്റജി. അതായത് സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പൊതുവായിട്ട് വരുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. ലൈക്ക് നമ്പർ സീരീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഉണ്ടല്ലോ. അതിനകത്ത് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 5 അല്ലെങ്കിൽ 10 ടോപ്പിക്സ് ഞാൻ പഠിച്ചു വയ്ക്കും. ബിക്കോസ് എനിക്ക് സെക്ഷണൽ കട്ട് ഓഫ് കടക്കണം. അതിനകത്ത് ഇപ്പോൾ 5 ടോപ്പിക്കാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ ആ 5 ടോപ്പിക്കിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ടു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഞാൻ പഠിച്ചു വയ്ക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ സീരീസാണ് ഞാൻ പഠിക്കുന്നത്. നമ്പർ സീരീസിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ഏറ്റവും ടഫസ്റ്റ് വരെയുള്ള ഫുൾ ടൈപ്പ്, അതായത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആക്ച്വലി ഈസിയാണ്. കാരണം ഇത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അത് തന്നെയായിരിക്കും വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ചെയ്തിരുന്നത് ഇപ്പം നമ്പർ സീരീസ് ആണെങ്കിൽ നമ്പർ സീരീസിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് സീരീസ് എങ്ങനെ ക്ലിയർ ചെയ്യും, അതിൻ്റെ പല മോഡൽസ് ഞാൻ പഠിക്കും. അതിൻ്റെ ഡിഫിക്കൽട്ട് ലെവലിൽ പോകും. അങ്ങനെ അതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ലെവൽ വരെയുള്ള അത്രയും ടോപ്പിക്സിൻ്റെ അത്രയും അത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചു വയ്ക്കും. അങ്ങനെ ഒരു 5 മാക്സിമം 10 വരെ, അത് ഓരോ സിലബസ് അനുസരിച്ചും വ്യത്യാസമായിരിക്കും എത്ര വരെ പഠിക്കണം എന്നുള്ളത്. സെക്ഷണൽ കട്ട് ഓഫ് അനുസരിച്ചിരിക്കും. അത് മാത്രമേ ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിച്ചിട്ടുള്ളൂ. ഇതുവരെ ഞാൻ ബാങ്ക് എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, തമിഴ്നാട് PSC, അങ്ങനെ കുറേ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തത് ഒന്നും ഞാൻ ഈ മാത്സ് മുഴുവൻ പഠിച്ചിട്ടല്ല. ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഞാൻ സെലക്ട് ചെയ്ത ടോപ്പിക്സ് മാത്രം ഞാൻ പഠിച്ചു വയ്ക്കും. എനിക്ക് സെക്ഷണൽ കട്ട് ഓഫ് മാത്രം എനിക്കവിടെ ക്ലിയർ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് അതിൽ ഈ ടോട്ടൽ ടൈം ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ മാത്സിലൊക്കെ മെയിൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് ഇരുന്ന് കുറേ ടൈം അതിനകത്ത് പോകും. അതിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. സോ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഈ 5 ടോപ്പിക്സാണ് പഠിച്ചു വെച്ചതെങ്കിൽ ഇപ്പം ഇൻട്രസ്റ്റ് പഠിച്ചു വയ്ക്കും, അതുപോലെ ഈ നമ്പർ സീരീസ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യം ഞാൻ മറന്നുപോയി ആക്ച്വലി. ആ ടോപ്പിക്സ് മാത്രം പഠിച്ചു വെച്ചിട്ട് അതിനകത്തുള്ള എല്ലാം പഠിച്ചു വെച്ചല്ലോ. ആ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം കൊടുക്കും. അതെന്തായാലും വരും. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പറഞ്ഞ ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും നിങ്ങളുടെ സിലബസിൻ്റെ ഡീറ്റെയിൽ സിലബസ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്. ആ ടോപ്പിക്സ് വരും, എന്തായാലും വരും. അത് വരുമ്പം അതിനകത്തുനിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പാകത്തിൽ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ എല്ലാ ടോപ്പിക്സും ഞാൻ പഠിച്ചു വെച്ചിട്ടില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ 5 ടോപ്പിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 ടോപ്പിക്കിലെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ എൻ്റെ ടാസ്ക് എന്താ, ബാക്കി എനിക്ക് സെക്ഷണൽ കട്ട് ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പകുതി ജയിച്ചു. പിന്നെ എനിക്ക് ഓവറോൾ കട്ട് ഓഫ് ഉണ്ട്. ഓവറോൾ കട്ട് ഓഫ് കിട്ടണമെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഇംഗ്ലീഷും റീസണിങ്ങുമാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തു വയ്ക്കും. ബിക്കോസ് എനിക്കത് ഓക്കെയാണ്. ഞാൻ റീസണിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് എനിക്ക് കിട്ടുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനും അതിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പഠിക്കാനും ഞാൻ ടൈം സ്പെൻഡും ചെയ്തിട്ട്, പഠിക്കുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യും, അതേപോലെ തന്നെ എക്സാമിൻ്റെ സമയത്ത് സ്പെൻഡ് ചെയ്യും. ഇതാണ് പ്ലാനിങ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നിങ്ങൾ എവിടെയാണ് സ്ട്രോങ്, നിങ്ങൾ എവിടെയാണ് വീക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വീക്കായ ഏരിയാസിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രം പ്രിപ്പയർ ചെയ്യും. മറ്റതിനകത്ത് മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്ത് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണമെന്ന് നോക്കുക. ഇപ്പം റീസണിങ് ആണ്, അല്ലെങ്കിൽ അപ്പോൾ ഓരോന്നും എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റീസണിങ് എങ്ങനെ പഠിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ഇംഗ്ലീഷ്. അപ്പം റീസണിങ് ആണ് നിങ്ങൾ പഠിക്കണമെന്നെങ്കിൽ റീസണിങ്ങിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഈ വർഷങ്ങളായിട്ട് ഓരോ വർഷം ഇങ്ങനെ പാറ്റേൺസ് ചേഞ്ച് ചെയ്തെങ്കിലും ബേസ് ഐഡിയ ഒക്കെ സെയിം ആയിരിക്കും. റീസണിങ്ങിൻ്റെയൊക്കെ കാര്യം, റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവിൻ്റെയൊക്കെ കാര്യത്തിൽ ഈ ബേസ് ഐഡിയ വിൽ ബി സെയിം. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് ഞാൻ എങ്ങനെ പഠിക്കേണ്ട സമയത്ത് ഞാൻ പറഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് ടു ഡിഫിക്കൽട്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ നിങ്ങളുണ്ടെങ്കിൽ ടെലഗ്രാമിൽ നിങ്ങളുടെ സ്പെസിഫിക് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. അതിൽ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പട്ടം SSC ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വേറെ
IRDAയുടെ എക്സാം, അങ്ങനെ ഏത് എക്സാമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത്, ബാങ്ക് എക്സാമാണ്, IBPS ആണെന്നുണ്ടെങ്കിൽ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പ്സ് ടെലിഗ്രാം ചാനൽ അവൈലബിൾ. അതിലവർ ഫ്രീ മെറ്റീരിയൽസ് ഇടും. ആ മെറ്റീരിയൽസിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്കിൻ്റെ കീഴിലും ഏറ്റവും ഈസിയസ്റ്റ് ടു ഡിഫിക്കൽട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവർ വർക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓരോന്നും വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത സ്ലൈഡ് എന്തായിരുന്നു? ഓക്കെ, ഇവിടുന്ന് പറയാം. അതായത് ആദ്യം ഓക്കെ, ഇനിയിപ്പോൾ പഠിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള അതിനകത്ത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പഠിക്കുക. മറ്റേ വീക്കായിട്ടുള്ളതിനകത്ത് മിനിമം ഇത്. അതാണ് ഫസ്റ്റ് തിങ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സിലബസ് ആണ് നമ്മളുടെ ബൈബിൾ. സിലബസ് ആണ് നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം. സിലബസ് നിങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിങ് ഈസി ആയിരിക്കും. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും പോയി പഠിച്ചിട്ട് എക്സാം എഴുതുക അല്ല കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിലബസിന് എന്താ ചെയ്യേണ്ടത്? ഓരോ സിലബസ് നോക്കുക. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെയാണ് എനിക്ക് സാധാരണ വരേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കുക. റീസണിങ്ങിൽ എന്തൊക്കെയാണ് വരിക? ഇപ്പോൾ സർക്കിൾസ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അത് എന്തൊക്കെയാണ് വരിക എന്ന് നോക്കുക. അതുപോലെ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് വരിക? പാരഗ്രാഫ് റീഡിങ് ഉണ്ടായിരിക്കും, അതുപോലെ വെർബലായിട്ടുള്ളത് ഉണ്ടായിരിക്കും, പിന്നെ സിനോണിംസ്, ആൻറ്റണിംസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരിക്കും. പിന്നെ ഈ പാരഗ്രാഫ്സിൽ നിന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യുന്ന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ് ആണെങ്കിൽ ജനറൽ അവയർനെസ് അതൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളൊക്കെ നമ്മുടെ ജനറേഷനൊക്കെ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജൊക്കെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള കുറേ ഈ പാംലെറ്റ്സ്, ബുക്സ്, ഞാൻ ഈ പറഞ്ഞ ടെലഗ്രാം ചാനലുകളിലൊക്കെ അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതൊക്കെ ചുമ്മാ വായിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് തലയിൽ കയറും. അത് കമ്പ്യൂട്ടർ അവയർനെസ്സിനൊന്നും ഒരുപാട് ടൈമൊന്നും കൊടുക്കണ്ട. അതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയുന്ന കാര്യങ്ങളാണ്. വെറുതെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു PDF ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് തലയിൽ കയറും. പിന്നെ ഉള്ളത് എന്താ? ഓക്കെ, അതായത് ഇത് നിങ്ങളുടെ ടോപ്പിക്ക്, നിങ്ങളുടെ സബ്ജക്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാമിന് നിങ്ങളുടെ സ്പെസിഫിക് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ലോ ഒക്കെ ആണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, എൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ ലോ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അത് ഏതൊക്കെ ടോപ്പിക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞുതരാം. അല്ല, നിങ്ങളുടെ ടോപ്പിക്ക് എന്താണോ അതിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ സിലബസ് ആണ് നമ്മളുടെ ബൈബിൾ. സിലബസ് നോക്കുക. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സിലബസ് റെഡിയാക്കി വെച്ചു പിന്നെ സ്ട്രാറ്റജിയും റെഡിയാക്കി. അപ്പം സ്റ്റെപ്പ് ബൈ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എഴുതി വെക്കുക. ആദ്യം സിലബസ് എടുത്ത് വെക്കുക. സിലബസ് എടുത്ത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? എൻ്റെ സ്ട്രോങ് പോയിൻറ്റ്സ് ഇതൊക്കെയാണ്, എൻ്റെ വീക്ക് പോയിൻറ്റ്സ് ഇതൊക്കെയാണ്, ഞാൻ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ വേണ്ടത് എന്താ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് നിർബന്ധമായിട്ടും മിനിമം 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ കളക്ട് ചെയ്യണം. അതെല്ലാം ഈ ടെലഗ്രാം ചാനലിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങളത് സെർച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ടുപിടിക്കാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇപ്പം ഈ ടെലഗ്രാം ചാനൽസിലൊക്കെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ അടുത്തൊക്കെ ചോദിക്കുക. പക്ഷേ ഈ ഫ്രോഡായിട്ടുള്ള ആൾക്കാരൊന്നുമായിട്ട് കോൺടാക്റ്റ് ഒന്നും ചെയ്യരുത്. അതൊക്കെ സൂക്ഷിക്കണം. ഓൺലൈൻ ആണ്, അപ്പം ഒരുപാട് ഫ്രോഡായിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവനവനെ സൂക്ഷിക്കുക, അവനവൻ തന്നെ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് എക്സാം. ഇനി മാർക്കിംഗ് സ്കീം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാർക്കിംഗ് സ്കീം എന്താണെന്ന് നോക്കാം. ഏതിനാണ് കൂടുതൽ വെയിറ്റേജ്? ഇപ്പോൾ ഇതിൽ റീസണിങ്ങിനാണോ കൂടുതൽ വെയിറ്റേജ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിനാണോ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേപോലെയാണോ വെയിറ്റേജ്, ഒരേപോലെയാണോ മാർക്സ് കൊടുക്കുന്നത്? വെയിറ്റേജ് അനുസരിച്ച് നിങ്ങളുടെ പ്ലാനിങ്ങിനകത്ത് കൂടുതൽ ടൈം ഏതിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനാണ് കൂടുതൽ മാർക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി വീക്കായിട്ടുള്ളതും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനാണ്. അപ്പോൾ എന്താണ്? നിങ്ങൾ അതിന് വീണ്ടും കൂടുതൽ സമയം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സും അതനുസരിച്ച് നമ്പേഴ്സ് കൂടുതലായിരിക്കും. അല്ല, ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പോൾ ജനറൽ അവയർനെസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്സാം ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനായിരിക്കണം നമ്മൾ കൂടുതൽ ടൈം കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവ് മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ അതായത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. നെഗറ്റീവ് മാർക്കിംഗ് വന്നാൽ പോലും നമ്മൾ ഉദ്ദേശിച്ച കട്ട് ഓഫിന് ഉള്ളിൽ കടക്കുന്ന രീതിയിലുള്ള അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്തിൻ ദാറ്റ് ടൈം ഫ്രെയിം. അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്നത്.
മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പല പല ടൈപ്പ് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് കേട്ടോ. ടെലഗ്രാം ചാനൽസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം അത് അല്ലാതെ പൈസയൊക്കെ കൊടുത്ത് മേടിക്കണം, അതൊക്കെ നമുക്ക് ടെലഗ്രാമിലെല്ലാം അവൈലബിൾ ആണ്. ചുമ്മാ ഈ ടെലഗ്രാം പോയിട്ട് മൂവീസും സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിരിക്കാതെ നിങ്ങൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് കൈത്തുമ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ കട്ട് ഓഫ് ട്രെൻഡ്സ് നമ്മൾ നോക്കണം. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആയിരിക്കത്തില്ല ഈ വർഷത്തെ. അപ്പം കഴിഞ്ഞ വർഷം ഇങ്ങനെ ആയിരിക്കും, ഈ വർഷം ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാണ്ട് ഓൾറെഡി ഉള്ള ട്രെൻഡിനെക്കാട്ടിലും ഒരു 2-3 മാർക്ക് കൂടുതൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ പ്ലാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ 50 മാർക്കിൻ്റെ എക്സാമാണെന്ന് വിചാരിച്ചോ. 50 മാർക്കിൽ 10 മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ്, 10 മാർക്ക് റീസണിങ്, 10 ഇംഗ്ലീഷ്, 10 ജനറൽ അവയർനെസ്, 10 കമ്പ്യൂട്ടർ. ഓക്കെ. ഇതിൽ എല്ലാത്തിനും കട്ട് ഓഫ് ഫോർ എക്സാമ്പിൾ 5 മാർക്ക്. സെക്ഷണൽ കട്ട് ഓഫ് 5ഉം ഓവറോൾ കട്ട് ഓഫ് 40 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഇതുവരെയുള്ള ട്രെൻഡ്. അങ്ങനെയാണ് നമ്മൾ കട്ട് ഓഫ് കണ്ടുപിടിക്കുക. അപ്പം 40 മാർക്ക് ടോട്ടൽ കിട്ടണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഞാൻ അത്ര പോരാ. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എനിക്കെന്താ മിനിമം 5 മാർക്ക് കിട്ടണം. ഓക്കെ. അല്ലാതെ 50 മാർക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കിട്ടണമെന്ന് വിചാരിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് മാത്സ് അറിയില്ല. സോ 5 മാർക്ക് എങ്ങനെ പോലും 5 മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പഠിക്കും. ഓക്കെ. പിന്നെ റീസണിങ്ങിൽ എനിക്ക് എഡ്ജ് ഉണ്ട്. സോ റീസണിങ്ങിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഞാൻ പഠിക്കും. അതായത് റീസണിങ് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഓൾറെഡി തന്നെ നിങ്ങളുടെ സിലബസിനകത്ത് ഉണ്ടാവും. റീസണിങ്ങിൻ്റെ ഏതൊക്കെ ടോപ്പിക്സാണ് വരിക, ആ ടോപ്പിക്സ് എല്ലാം എഴുതി വെച്ച് ഓരോന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോന്നും ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾ എടുത്തിട്ട്, ഇപ്പം റീസണിങ്ങിൽ ഏതൊക്കെയാണ് ടോപ്പിക്സ്, ഞാൻ മറ്റേ ഇപ്പം സർക്കിളിൻ്റെ ഇതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അതുണ്ടല്ലോ മറ്റേ ഇങ്ങനെ ഒരാളിരിക്കും, അതിൻ്റെ അടുത്ത ആളും വേറൊരാളിരിക്കും, അതിൻ്റെ അടുത്ത് മറ്റൊരാളിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സർക്കിൾ ഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഉണ്ട്, ആ ബിൽഡിങ്ങിൽ ഇന്ന നിലയിൽ ഇന്നയാൾ താമസിക്കുന്നു, രണ്ടാമത്തെ നിലയിൽ വേറെ ആൾ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെയുള്ള ഓരോരോ ടോപ്പിക്സ്, ആ ടോപ്പിക്ക് ഇപ്പം ആ ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വിചാരിച്ചോ, അതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് ടു ഡിഫിക്കൽട്ടായിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ. അതിനെല്ലാം ഉള്ള ടൈം നിങ്ങൾ പ്ലാനിങ്ങിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ഇതിനകത്തൊന്നും വ്യതിചലിക്കാതെ കറക്റ്റായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുക. അപ്പം ഏറ്റവും ഇത് പ്രൂവൻ ടെക്നോളജി. ഞാൻ ക്ലിയർ ചെയ്ത് എങ്ങനെയാണ്, എൻ്റെ ബ്രദറിനെ കൊണ്ടിട്ടും ക്ലിയർ ചെയ്യിപ്പിച്ച്, അവനും കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്തതാണ്. അവനും ഇതേപോലെ ഞാൻ അവന് പറഞ്ഞു കൊടുത്താണ്. അതുപോലെ തന്നെ അവൻ പ്രിപ്പയർ ചെയ്ത് അവൻ എക്സാം ക്ലിയർ ചെയ്തതാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ എഴുതുന്ന ആദ്യത്തെ എക്സാം ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. ഇപ്പോൾ അവൻ എഴുതിയ ആദ്യത്തെ എക്സാം ഒന്നും കിട്ടില്ല, അവൻ ഭയങ്കര മൂഡ് ഓഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കാരണം നീ പഠിക്കാത്തതുകൊണ്ടല്ല, നിനക്ക് ആ ഒരു സ്ട്രെസ്സ് ആ ഒരു എക്സാം ടൈമിൽ നിനക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിനക്കറിയത്തില്ല. അപ്പം അത് അറിയാത്തത് കൊണ്ട് നീ പഠിച്ച കാര്യങ്ങൾ പോലും ചിലപ്പോൾ നീ മറന്നു പോകും. ദാറ്റ്സ് ഓക്കെ. നമ്മൾ ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയെന്ന് വിചാരിച്ചാൽ മതി. ചിലപ്പോൾ അടുത്ത് എഴുതുന്ന എക്സാമും നിനക്ക് കിട്ടാതെയായിരിക്കും. ദാറ്റ് ഈസ് ഓക്കെ. ഇപ്പം ഞാനുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഞാൻ ഓർത്ത് വിഷമിക്കേണ്ട. എക്സാംസ് എഴുതുക, മാക്സിമം എക്സാംസ് എഴുതി. നിനക്ക് അവന് 0.25 അവന് പോയിട്ടുണ്ടായിരുന്നു ചില എക്സാംസ്. അതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. 0.25 പോയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നമ്മൾ റൈറ്റ് ട്രാക്കിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത തവണ എഴുതുമ്പം ആ 0.25 കൂടെ കിട്ടും. അങ്ങനെ അവനത് കിട്ടി, അവനിപ്പോൾ ഓൾറെഡി സർവീസിലുണ്ട്. സോ നിങ്ങൾ എന്താ പറയുക, എക്സാം ക്ലിയർ ചെയ്തില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നെക്സ്റ്റ് ടൈം നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കരുത്. ഇത്തവണ തന്നെ എന്തായാലും കിട്ടും, ഇനി എനിക്കൊരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ. ഇനി കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി എന്ന് പറയാം. ഓക്കെ. അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ടോപ്പിക് സെലക്ട് ചെയ്യേണ്ടത് എന്തെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് എത്ര സമയമുണ്ട് എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3 മാസമാണ്, അല്ല 6 മാസം, മിനിമം 3 മാസം എന്തായാലും വേണം, അല്ലെങ്കിൽ 6 മാസം വേണം. 1 മാസം കൊണ്ടൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട്, നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കും. എന്നാലും ചെയ്യുന്നവരുണ്ട്, ക്ലിയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ വിൽ പവർ. അത് കുഴപ്പമില്ല. പക്ഷേ ടൈം ഡേയ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ഉണ്ട്. അയ്യോ ഇനി ഇത്ര ദിവസമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇടയ്ക്കൊരു കല്യാണം വന്നാൽ നിങ്ങൾക്ക് കല്യാണത്തിന് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നില്ല. കല്യാണവും കാതുകുത്തൊക്കെ പിന്നെയും വരും, അല്ലെങ്കിൽ അവരെ പിന്നെയും പോയി കാണാം. പക്ഷേ ആ കല്യാണത്തിന് ജോലി ഇല്ലാത്ത ഒരാളായിട്ട് പോയിട്ട് അവിടെ എല്ലാവരുടെ അപമാനം കിട്ടുന്നതിൽ എത്രയോ നല്ലതാണ് അതിൻ്റെ അടുത്ത കല്യാണത്തിന് ജോലിയോടുകൂടി പോകുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ ഇനിയും പോകാൻ പറ്റും. ഇത്തവണ പൈസ ഇല്ലാണ്ട് അവരുടെ നിന്ന് പൈസ കടം മേടിച്ച് പോകുന്നതിൽ എത്രയോ നല്ലതാണ് നാളെ ജോലി കിട്ടിയിട്ട് എന്താ പറയുക നമ്മൾക്ക് ഇഷ്ടമുള്ളത്രയും പൈസയായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡേയ്സിനുള്ളിൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്
നിങ്ങളെങ്ങനെയാണ് ഈ ടൈം നിങ്ങളെങ്ങനെയാണ് ഒരു ദിവസം നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ടൈം അലോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പഠിക്കുമ്പോൾ ഒരു 70% നിങ്ങൾ പഠിക്കാനും ഒരു 20% നിങ്ങൾ റിവിഷനും അതേപോലെ 10% മോക്ക് ടെസ്റ്റും. ഈ 3 കാര്യങ്ങളും ഒരു ദിവസം നടന്നിട്ടുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. അത് എത്ര വേണം എങ്ങനെ വേണം എന്നൊക്കെ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ഒരു സാഹചര്യവും വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, ചില ആൾക്കാർ നൈറ്റ് പേഴ്സൺ ആയിരിക്കും. ഞാനൊക്കെ നൈറ്റ് പേഴ്സൺ ആണ്. എനിക്ക് അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കും. പണ്ടൊക്കെ എനിക്ക് രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ രാവിലെ 5 മണി വരെയൊക്കെ ഞാനിരുന്ന് പഠിക്കും. രാവിലെ ചിലപ്പോൾ 7 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. പക്ഷേ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അതൊക്കെ പിന്നീട് മാറി. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കും. അത് നമ്മളുടെ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറ്റുന്നതാണ് അതൊക്കെ. പക്ഷേ നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ചിലർ പറയും രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കും. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ തലയിൽ കൂടുതൽ കയറുന്നത്. അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ രാത്രി ഇരുന്ന് പഠിക്കണം. എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ പഠിക്കാനും റിവിഷൻ ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്യാനും നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പിക്കണം. കാരണം ഇത് 3 ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. വെറുതെ പഠിച്ചുകൊണ്ടിരുന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ തലയിൽ ഒന്നും സേവ് ആകാൻ പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മെമ്മറി എല്ലാം സേവ് ചെയ്യുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലാണ് സേവ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം കണ്ടു, അതിനെ ജസ്റ്റ് ഷോർട്ട് ടേം മെമ്മറിയിലാണ് സേവ് ചെയ്യുന്നത്. വീണ്ടും 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 അത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ മൈൻഡ് അത് പെർമനൻറ്റ് മെമ്മറിയിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? റിവിഷൻ അത്യാവശ്യമാണ്. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും റിവിഷൻ ചെയ്യണം. അതെങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ റിവിഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെയാണ് മോക്ക് ടെസ്റ്റും. നിങ്ങൾ പഠിക്കുന്ന ഇപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങളിപ്പം പഠിച്ചു. ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഇന്ന് പഠിച്ചു എന്ന് വിചാരിച്ചു. 3 ടോപ്പിക്സ് ഇന്ന് പഠിച്ചു. ആ 3 ടോപ്പിക്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എടുക്കുക. അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഉറങ്ങണം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ റിവൈസ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ മൈൻഡിൽ അത് ക്ലാരിറ്റിയോട് കൂടി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി കംപ്ലീറ്റ് ചെയ്യേണ്ടതിൻ്റെ ടാസ്ക്കും വീക്കിലി കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഇപ്പം റീസണിങ്ങിൻ്റെ 5 ടോപ്പിക്സ്, ഇപ്പോൾ 2 ടോപ്പിക്സാണ് ഞാൻ ഇന്ന് പഠിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങളുടെ 6 മാസമാണെങ്കിൽ ഓരോ മാസവും എന്തൊക്കെ പഠിക്കണമെന്നും ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കട്ട് ചെയ്ത് വേണം ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം ഒരു ദിവസം നിങ്ങൾ 2 ടോപ്പിക്കാണ് ഇപ്പോൾ റീസണിങ്ങിൻ്റെ 2 ടോപ്പിക്ക്, ക്വാണ്ടിറ്റേറ്റീവിന് 2 ടോപ്പിക്ക് ഒരു ദിവസം. നെക്സ്റ്റ് ഡേ ജനറൽ അവയർനെസ്സിന് 2 ടോപ്പിക്ക്, ഇംഗ്ലീഷിന് 2 ടോപ്പിക്ക്. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെ വരുമ്പം ആ ദിവസം നിങ്ങൾ റീസണിങ്ങിൻ്റെ 2 ടോപ്പിക്കും ക്വാണ്ടിറ്റേറ്റീവ് 2 ടോപ്പിക്കും പഠിച്ച് തീർത്തു എന്ന് ഉറപ്പിക്കുക. വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ ആഴ്ച പഠിക്കാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം പഠിച്ച് തീർത്തെന്നും ആ വീക്കെൻഡിൽ നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തു എന്നും ഉറപ്പിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ നിർബന്ധം. ഇതൊക്കെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടൈം ബ്ലോക്ക്സ് ഉണ്ടാക്കി വെക്കുക. ഡെയിലി കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക്കും വീക്ക്ലി കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക്കും മന്ത്ലി കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക്കും നിങ്ങൾ ഉറപ്പിക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിവിഷൻ ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ടോപ്പിക്ക് എന്ന് റിവൈസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇത് ഞാൻ നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റെന്ന് വിചാരിച്ചോ. 5 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ ഫ്രഷപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. കാരണം അത് മൈൻഡിനെ ക്ലിയർ ആക്കാനും ഫോക്കസ് കിട്ടാനും ബ്രീത്ത് നമ്മൾ മാക്സിമം നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ഓക്സിജൻ നമ്മുടെ തലച്ചോറിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ബ്രീത്ത് കളഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡ് കാമാവും ക്വയറ്റാവും, നല്ലപോലെ വർക്ക് ചെയ്യും. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ രാവിലെ അത് നിങ്ങളുടെ ഇതാണ് കേട്ടോ, കൺവീനിയൻസ് അനുസരിച്ചാണ്. നിങ്ങൾ നല്ല രാവിലെ പഠിക്കാൻ ഓക്കെയുള്ള ആളാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക.
അതിലിപ്പോൾ നിങ്ങൾ രാത്രി പേഴ്സൺ ആണെങ്കിൽ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആ ഒരു കാമായിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ. ഒരു ചിലർക്കൊക്കെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാലായിരിക്കും ആ ഒരു മൊമെൻ്റ് കിട്ടുക. നിങ്ങളുടെ ഏറ്റവും കോൺസെൻട്രേഷൻ കിട്ടുന്നൊരു സമയം അതായിരിക്കും. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ടൈം ടേബിൾ അനുസരിച്ച് ഒരു 5:30 മുതൽ 7 മണി വരെ നിങ്ങൾ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുക, ഇതൊക്കെ ചെയ്യുക. അതിന് ശേഷം ഒരു 10 മണി മുതൽ 12 മണി വരെ റിവിഷന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. പിന്നെ ഉച്ചയ്ക്കത്തെ സമയം നമുക്ക് ഉറക്കം വരുന്ന സമയം. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു നാപ്പ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. നാപ്പ് എടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒന്നും കൂടെ റിഫ്രഷ് ആയിട്ടിരിക്കുക. നാപ്പ് കുഞ്ഞായിട്ട് ഉറങ്ങുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഉറങ്ങുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം, MCQs ആ സമയത്ത് ചെയ്യുക. പലതരത്തിലുള്ള MCQs നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിളാണ്. അതെല്ലാം MCQs ചെയ്യുക. ഞാൻ MCQ അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്നില്ല. ഇപ്പം ഒരു MCQ ഉണ്ട്, അതിൻ്റെ ആൻസർ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മറച്ചു പിടിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കും. ഓക്കെ, എനിക്ക് അപ്പം ഏതാ ശരി എന്നുള്ളത് തെറ്റെന്നുള്ളത് പിന്നെ കൈ മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ആൻസർ ഏതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടത് തലയിൽ എന്താ പറയുന്നത്, ഫീഡാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈകിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റും ചെയ്യണം, അതിൻ്റെ അനാലിസിസും ചെയ്യണം രാത്രിയിൽ. അതായത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെ ടോപ്പിക്കിലാണ് എനിക്ക് വീക്കായത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ടോപ്പിക്ക് ഒന്നും കൂടെ മറിച്ച് നോക്കുക. ഇവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നോക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതാണെന്ന് മനസ്സിലാവില്ല. എന്നിട്ട് അതൊന്നും കൂടെ പഠിക്കുക, അതിൽ റിവൈസ് ചെയ്യുമ്പം നമുക്ക് ആ മിസ്റ്റേക്ക് പറ്റിയതിന് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ട് അതൊന്നും കൂടെ തലയിൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കുക. ഓക്കെ, ഇതൊരു മോഡൽ ടൈം ടേബിളാണ്. ഇതുപോലെ നിങ്ങൾ ടൈം ടേബിൾ എഴുതി വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ടൈം ടേബിൾ ഉണ്ടാക്കുക, അതനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഓരോ സബ്ജക്റ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പറയാം. ഞാനിത് അടുത്ത വീഡിയോയിൽ ചെയ്യാം, കാരണം ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാവും. നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.